CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഊട്ടിയും കിഴിച്ചും മുന്നണികൾ. നിശബ്ദ പ്രചാരണം കഴിഞ്ഞു. വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. എടത്തനാട്ടുകരയിൽ സംഘർഷം. UDF പ്രവർത്തകന് തലയ്ക്കു പരിക്ക്. വാട്സാപ്പ് ഗ്രൂപ്പിലെ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. നാട്ടുകൽ പോലീസ് കേസെടുത്തു. ഒറ്റപ്പാലത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി K. പ്രേംകുമാർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ശ്രീകൃഷ്ണപുരം CPIM ഏരിയ സെക്രട്ടറി K. ജയദേവൻ. എടത്തനാട്ടുകരയിൽ സംഘർഷം. UDF പ്രവർത്തകന് തലയ്ക്കു പരിക്ക്. വാട്സാപ്പ് ഗ്രൂപ്പിലെ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. നാട്ടുകൽ പോലീസ് കേസെടുത്തു. എടത്തനാട്ടുകര പാറയ്ക്കൽ നിയാസ് അലിയെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം നാട്ടിലെ വാട്സാപ്പ് ഗ്രൂപ്പിലെ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. ഇയാൾ UDF പ്രവർത്തകനാണ്. അക്രമത്തെ നിയമപരമായി നേരിടുമെന്ന് സ്ഥാനാർത്ഥി N. ഷംസുദ്ദീൻ പറഞ്ഞു. പരാജയ ഭീതി പൂണ്ട ഇടതുപക്ഷം മണ്ണാർക്കാട് ചില അക്രമങ്ങളൊക്കെ അഴിച്ചുവിടുകയാണ്. അതൊരു ശരിയായ രീതിയല്ല. ഇപ്പൊ ചളവത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില പ്രതികരണങ്ങൾ നടത്തിയതിന് അതിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തൊക്കെ വരുന്നു? ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്ന് വരുന്ന സൈബർ അറ്റാക്ക് എത്ര വലുതാണ്? അപ്പോൾ അതിനൊക്കെ ഇവിടെ ആരെങ്കിലും അങ്ങനെ ആ രീതിയിൽ പ്രതികരിക്കണ്ടോ? ചളവത്തുള്ള ഞങ്ങളുടെ UDFന്റെ റിയാസ് എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ ഫേസ്ബുക്ക് പേരും പറഞ്ഞ് വാട്സപ്പിൽ എന്തോ വന്നെന്നും പറഞ്ഞ് അയാളുടെ വീട്ടില് ചോദിച്ചു ചെല്ലുകയും വീട്ടില് അപ്പോൾ ആളില്ല. അപ്പോൾ വീട്ടിലുള്ളവരെ ഭീഷണിപ്പെടുത്തി അവനെ ഞങ്ങൾ കൊല്ലും എന്നൊക്കെ പ്രഖ്യാപിച്ച് പിന്നെ അങ്ങാടിയിൽ വെച്ച് കാണുമ്പോൾ ഇയാളെ 50ഓളം വരുന്ന ആളുകൾ കമ്പിയും വടിയൊക്കെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയാണ്. ചളവത്താണ് സംഭവം. അപ്പം ഇതൊന്നും ഒരു ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. പിന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ 4-5 ആളുകൾ ഇയാളെ തടുത്തത് കൊണ്ടാണ് സത്യത്തിൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത്. അപ്പം അത്ര ക്രൂരമായ ആക്രമണമാണ് നടന്നിട്ടുള്ളത്. ഞങ്ങൾക്കിതിൽ പോലീസിനോട് പറയാനുള്ളത്, ഞാൻ ഇതിനകം പറഞ്ഞു, പോലീസിനോട് പറയാനുള്ളത് അയാളെ വന്ന് കാണണം. വളരെ ഗുരുതരമാണ്, തലക്കൊക്കെ നല്ല പരിക്കുണ്ട്. ആ നടന്ന സംഭവത്തിനനുസരിച്ച് സീരിയസ് ഉള്ള കേസ് തന്നെ ചാർജ് ചെയ്യണം. പ്രതികളെ അടിയന്തരമായിട്ട് അറസ്റ്റ് ചെയ്യണം. നടപടികൾ ഉണ്ടാവും. പോലീസ് ഗൗരവമായിട്ട് ഈ വിഷയം കാണണം. അതാണ് ഞങ്ങൾക്കിതിൽ പ്രാഥമികമായിട്ട് അധികാരികളോട് പറയാനുള്ളത്. ഇങ്ങനെ തെരഞ്ഞെടുപ്പ് സമയത്ത് അക്രമികളെ അഴിഞ്ഞാടാൻ വിടരുത്. അത് നാട്ടിൽ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അക്രമം ഏത് ഭാഗത്താണോ കണ്ടത് അത് അമർച്ച ചെയ്യാൻ പോലീസിന് ഉത്തരവാദിത്തമുണ്ട്. പോലീസ് ആ ഉത്തരവാദിത്തം നിർവഹിക്കണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. CCN മണ്ണാർക്കാട്. എടത്തനാട്ടുകര ചളവയിലെ സംഘർഷത്തിൽ പ്രതികരണവുമായി യുവാക്കൾ. അച്ഛനെ പറഞ്ഞപ്പോൾ അത് ഞാൻ ചോദിക്കാൻ പോയതാണെന്നും ഇത് രാഷ്ട്രീയമല്ല വ്യക്തിപരമായ പ്രശ്നമാണ് എന്നും യുവാക്കൾ. നാട്ടിലുള്ള ഒരു പൊതുഗ്രൂപ്പില് വാട്സപ്പ് മെസ്സേജിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ റിയാസ് മരിച്ചുപോയ എൻ്റെ അച്ഛനെ കുറിച്ചും കണ്ട് അതിൽ മരിച്ചുപോയ എൻ്റെ അച്ഛനാടെ മൂരി തൂങ്ങിച്ചത്തൻ എൻ്റെ അച്ഛനാടെ മൂരി എന്ന് പറഞ്ഞു കണ്ട് 1000ഓളം വരുന്ന ഒരു പൊതുഗ്രൂപ്പിൽ ഇങ്ങനെ എഴുതിയിടുകയുണ്ടായി. അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അവനിരിക്കുന്ന ചളവത്ത് സെന്ററിൽ എല്ലാവരും പാടെ കൂടിയിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഞങ്ങൾ ചോദിച്ചതാണ്. അപ്പോൾ അവനും അവൻ്റെ 10-15ഓളം വരുന്ന ആളുകളും കൂടിയിട്ട് ഞങ്ങളെ ആക്രമിക്കുകയാണ് ഉണ്ടായത്.
തൂങ്ങിച്ചത്ത നിന്റെ അച്ഛനാടാ മൂരി എന്ന് നാട്ടിലെ 1000-ഓളം ആളുകളുള്ള ഗ്രൂപ്പിൽ ഇട്ടു. മരിച്ച എന്റെ അച്ഛനെ പറഞ്ഞപ്പോൾ അത് ഞാൻ ചോദിക്കാൻ പോയതാണെന്നും ലീഗും MLAയും രാഷ്ട്രീയം കളിക്കണ്ട എന്നും യുവാക്കൾ പറഞ്ഞു. ഞങ്ങളെ ജാതിപ്പേര് വിളിച്ച് സംഘം ചേർന്ന് അവർ മർദ്ദിച്ചു എന്നും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും എടത്തനാട്ടുകര ചളവയിലെ സംഘർഷത്തിൽ യുവാക്കൾ പറഞ്ഞു. ഒരു കുടുംബ സുഹൃത്താണ്, അയൽവാസിയാണ്. ഇവനെയൊക്കെ ജാതിപ്പേരൊക്കെ വിളിച്ചിട്ട് വളരെ മ്ലേച്ഛമായ രീതിയിൽ അപമാനിക്കായിരുന്നു. ഞങ്ങളൊന്നും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇവരെ ആക്രമിക്കുകയും സ്റ്റൂളൊക്കെ എടുത്ത് നല്ല രീതിയിൽ ആക്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, എൻ്റെ കുട്ടിയെ ആക്രമിച്ച റിയാസ് അലിയെയും അവൻ്റെ സുഹൃത്തുക്കളെയും കൃത്യമായ അന്വേഷണം നടത്തി അവരെക്കെതിരെ നടപടി എടുക്കണം. അവരെ അറസ്റ്റ് ചെയ്യണം എത്രയും പെട്ടെന്ന്. അല്ലെങ്കിൽ കടുത്ത പ്രതിഷേധമായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരും. കാരണം ഞങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം എൻ്റെ അളിയൻ, ആത്മഹത്യ ചെയ്ത അളിയനെ മൂരി എന്നുള്ള രീതിയിലൊക്കെ വിളിച്ച് പിന്നെ എൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ അപമാനിച്ചതിൽ വലിയ പ്രതിഷേധമുണ്ട്. അത് രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ച് ഈ ഒരു നാറിയോനെ ചുമക്കുന്ന ചുമതല ഈ രാഷ്ട്രീയക്കാരും എടുക്കരുത്. കാരണം റിയാസ് അലിയെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകൾക്കറിയാം. അവനെ ചുമന്ന് നാറിയോനെ ചുമക്കരുത്. കാരണം ഇത് വ്യക്തിപരമായിട്ട് ഇവൻ അവഹേളിച്ചതിന്റെ പ്രശ്നമാണ്. CCN മണ്ണാർക്കാട്. ഒറ്റപ്പാലത്ത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി K പ്രേംകുമാർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ശ്രീകൃഷ്ണപുരം CPIM ഏരിയ സെക്രട്ടറി K ജയദേവൻ. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും K ജയദേവൻ പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി പ്രേമൻ വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഞങ്ങളുടെ ഒരു പ്രതീക്ഷ കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ്. അതിന്റെ ഒരു കാരണം, ഇടതുപക്ഷത്തിനെതിരായി, അതായത് ഈ സർക്കാരിനെതിരായി വോട്ട് ചെയ്യേണ്ടുന്ന ഒരു കാരണവും ആളുകളെ സംബന്ധിച്ചില്ല. ഇപ്പൊ വികസനപരമായ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ, ജനങ്ങൾ എന്തിനാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്യേണ്ടത്? ഇതാണല്ലോ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഞാൻ അതിന്റെ ഒരു വിശദാംശങ്ങളൊന്നും ഇപ്പൊ പറയേണ്ട ഒരു കാര്യമല്ല. ആളുകൾക്ക് വിസിബിൾ ആണ്. കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ആളുകൾക്ക് വിസിബിൾ ആണ്. സ്വാഭാവികമായിട്ടും ആ സർക്കാരിനെ അല്ലെങ്കിൽ അതിന്റെ ഒരു തുടർച്ച ജനങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. പർട്ടിക്കുലർ ആയിട്ട് ഒറ്റപ്പാലത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, പ്രേമൻ കഴിഞ്ഞ 5 വർഷമായിട്ട് നല്ല മികവാർന്ന തരത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ജനങ്ങളുടെ ഇടയിലുള്ള അവരിലൊരാളായിട്ടുള്ള ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് വളരെ സ്വീകാര്യനായിട്ടുള്ള ഒരാളാണ്. 1200-ഓളം കോടി രൂപയുടെ വികസനം നടത്തിയിട്ടുള്ള ഒരാളാണ് പ്രേംകുമാർ. അങ്ങനെ ഒരാൾ രണ്ടാമതും മത്സരിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തോടെ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ ജയിക്കും എന്ന് K ജയദേവൻ പറഞ്ഞു. PK ശശിയുടെ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അത് PK ശശിയാണ് വെളിപ്പെടുത്തേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും നേരത്തെ ഇല്ല. അപ്പൊ അദ്ദേഹത്തിന് വയസ്സ് കുറച്ചുകൂടി കുറയ്ക്കണം എന്ന് തോന്നിയിട്ടുണ്ടാവും. അത് ഞാൻ എൻ്റെ ഒരു കോമൺ സെൻസ് വെച്ച് പറയാം കേട്ടോ. ഇപ്പോഴാണല്ലോ ഈ പാർട്ടിയിൽ 75 വയസ്സ് എന്നൊരു പ്രായപരിധിയൊക്കെ വന്നു. അപ്പൊ പാർട്ടിയിൽ ഒരു 3 വർഷം കൂടി, ഒരു ടേമും കൂടി അധികം നിൽക്കാനുള്ള മോഹം കൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും അദ്ദേഹം പ്രായം കുറച്ച് കാണിച്ചുകൊണ്ട്, അപ്പോൾ ചിലപ്പോ 70 കൊല്ലം മുമ്പെയൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും അങ്ങനെ എടുത്തു വെക്കുന്ന ഒരു രീതിയില്ലല്ലോ. ആ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പൊ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അത് കള്ളത്തരമാണ്. എന്തിനാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്? അപ്പൊ അത് പറയുമ്പോ പിന്നെ കോടതി കാണാം എന്നൊക്കെ പറയുമ്പോ ഒരാള് കോടതി പോയി. അപ്പൊ കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം. ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണല്ലോ. സ്വാഭാവികമായിട്ടും കോടതിക്ക് ഈ പരാതിയിൽ പ്രഥമ ദൃഷ്ട്യാ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാവില്ലേ? അല്ലെങ്കിൽ കോടതി അത് മാറ്റിവെക്കും, ഇലക്ഷനൊക്കെ കഴിയട്ടെ എന്ന് വെക്കുമല്ലോ. 1957 ജനിച്ച ഒരാൾ 1971 എങ്ങനെ SLC എക്സാം എഴുതും എന്നതിന് ഉത്തരം പറയേണ്ടത് UDFന്റെ സ്ഥാനാർത്ഥിയാണ്. അത് പറയേണ്ടതിനു പകരം അദ്ദേഹം ബഹളം വെച്ചിട്ടോ അദ്ദേഹത്തിന്റെ വളർത്തുമൃഗങ്ങളെ കൊണ്ട് തെറി വിളിപ്പിച്ചിട്ടോ അപവാദം പ്രചരിപ്പിച്ചിട്ടോ കാര്യമുണ്ടോ? അദ്ദേഹം അതിന് മറുപടി പറയട്ടെ, K ജയദേവൻ പറഞ്ഞു. PK ശശിയുടെ കപടതയാണെന്നും അയാൾ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതാണെന്നും K ജയദേവൻ കൂട്ടിച്ചേർത്തു. അങ്ങനെ ഇലക്ഷൻ കഴിയാൻ കാത്തു നിൽക്കാതെ പെട്ടെന്ന് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എങ്കിൽ ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കോടതി കരുതുന്നു എന്നുള്ളതാണ്. അതിൽ ചോദ്യം ഇത്രയേ ഉള്ളൂ. 57 ജനിച്ച ഒരാൾ 71 എങ്ങനെ പരീക്ഷ എഴുതും എന്നതിന്റെ ഉത്തരം പറയേണ്ടത് UDFന്റെ സ്ഥാനാർത്ഥിയാണ്. അത് പറയണതിന് പകരം അദ്ദേഹം ബഹളം വെച്ചിട്ടോ
അദ്ദേഹത്തിന്റെ ചില വളർത്തു മൃഗങ്ങളുണ്ട്, അവരെ കൊണ്ട് പിന്നെ തെറി വിളിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപവാദം പ്രചരിപ്പിച്ചിട്ടോ വല്ല കാര്യമുണ്ടോ? അദ്ദേഹം അതിന് മറുപടി പറയട്ടെ. പിന്നെ ബാക്കി കാര്യങ്ങൾ കോടതിയിലൊക്കെ അല്ലേ, കോടതിയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ തീരുമാനിക്കേണ്ട നാളത്തെ ഒരു കാര്യമാണ്. ഇത് അദ്ദേഹം ചെയ്തത് കപടതയാണ്, കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്, അതിൽ യാതൊരു സംശയമില്ല. CCN കടമ്പഴിപ്പുറം. ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. ഒറ്റപ്പാലം, പത്തിരിപ്പാല മൗണ്ട് സീന ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി. ഷൊർണൂർ LECയിലെ ബൂത്ത് നമ്പർ 63, 66 ബന്ധപ്പെടേണ്ടതാണ്. ഷൊർണൂർ LEC പോളിംഗ് ബൂത്ത്. ഒറ്റപ്പാലം, പട്ടാമ്പി, ഷൊർണൂർ, തൃത്താല മണ്ഡലങ്ങളിലേക്കായാണ് 902 യന്ത്രങ്ങൾ വിതരണം ചെയ്തത്. 902 ബൂത്തുകളുള്ള വിതരണ കേന്ദ്രത്തിൽ പല നിയോജക മണ്ഡലങ്ങളിലും യന്ത്രങ്ങളുടെ വിതരണം തുടങ്ങാൻ വൈകി. 10:30യോടെയാണ് പൂർണ്ണമായും വിതരണം തുടങ്ങിയത്. എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും തിരക്കുമായിരുന്നു വൈകാൻ ഇടയാക്കിയത്. 4 മണ്ഡലങ്ങളിലേക്കുമായി 4429 ഉദ്യോഗസ്ഥരാണ് പോളിംഗ് ബൂത്തുകളിലേക്ക് യന്ത്രങ്ങളുമായി മടങ്ങിയത്. 500ഓളം റിസർവ് ഉദ്യോഗസ്ഥരും കേന്ദ്രത്തിലെത്തി. ഒറ്റപ്പാലത്തേക്ക് 1039 പേരും, പട്ടാമ്പിയിലേക്ക് 1110 പേരും, ഷൊർണൂരിലേക്ക് 1080 പേരും, തൃത്താലയിലേക്ക് 1200 പേരും പോളിംഗ് ഉദ്യോഗസ്ഥരായി യന്ത്രങ്ങൾ കൈപ്പറ്റി. 902 വോട്ടിംഗ് യന്ത്രങ്ങളുടെ യൂണിറ്റുകൾക്ക് പുറമെ 182 റിസർവ് യന്ത്രങ്ങളും സജ്ജമാക്കിയിരുന്നു. 4 മണ്ഡലങ്ങളിലുമായി 650ഓളം ജീവനക്കാർ വിതരണത്തിനായി സജ്ജമാക്കിയിരുന്നു. 4 മണ്ഡലങ്ങളിലുമായി 650ഓളം ജീവനക്കാർ വിതരണത്തിനായി സജ്ജമാക്കിയിരുന്നു. 4 മണ്ഡലങ്ങളും ഒരു കേന്ദ്രത്തിലായതിനാൽ പത്തിരിപ്പാലയിൽ ഉദ്യോഗസ്ഥരുടെ തിരക്കുമുണ്ടായിരുന്നു. CCN ഒറ്റപ്പാലം. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ 41, 49, 50 ബൂത്തുകൾ ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സജ്ജമായി. വൈകുന്നേരം 4:40ഓടെ പോളിംഗ് ബൂത്തിലേക്ക് ആവശ്യമായ വോട്ടിംഗ് മെഷീനുകളും ഓഫീസർമാരും എത്തി. 3 ബൂത്തുകളിലായി 2202 വോട്ടർമാരാണ് ഉള്ളത്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സജ്ജീകരിച്ച ബൂത്തുകളിൽ ബൂത്ത് നമ്പർ 49 പിങ്ക് പോളിംഗ് സ്റ്റേഷനാക്കി മാറ്റിയിരിക്കുകയാണ്. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ ഏകദേശം 6ഓളം പിങ്ക് പോളിംഗ് സ്റ്റേഷനാണ് ഉള്ളത്. അതിലൊന്ന് ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. പിങ്ക് സ്റ്റേഷനിൽ ഓഫീസർമാരായി സ്ത്രീകൾ മാത്രമാണ് ഉണ്ടാവുക. ഇതിൽ ഏകദേശം 803 വോട്ടുകൾ ആണ് ഉള്ളത്. CCN കടമ്പഴിപ്പുറം. പെരിന്തൽമണ്ണയിൽ MLA ഗ്രാമീണ മേഖലകളിൽ വികസനം എത്തിക്കുന്നതിൽ പരാജിതനാണെന്ന് LDF സ്ഥാനാർത്ഥി VP മുഹമ്മദ് ഹനീഫ. താൻ വിജയിച്ചു വന്നാൽ മണ്ഡലത്തിലെ ഗ്രാമീണ മേഖലകളിൽ വികസനം നടപ്പിലാക്കുമെന്നും അദ്ദേഹം CCN ന്യൂസിനോട് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ വികസന തുടർച്ചയുണ്ടാവണമെന്നും ആ തുടർച്ചയുടെ ഭാഗമായി കഴിഞ്ഞ 10-15 വർഷക്കാലമായി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വികസന കുറവുകളുണ്ട്. പ്രത്യേകിച്ച് ഈ 5 വർഷക്കാലം MLAയുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലത്തിന് വലിയ അവഗണന MLAയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ആളുകളോട് അഡ്രസ്സ് ചെയ്തത് ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയുണ്ടാവും, അതോടൊപ്പം പെരിന്തൽമണ്ണയും നിങ്ങളൊരു അവസരം നൽകണം, അത് ജനം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് പോളിംഗ് എടുക്കുമ്പോൾ ഏതായാലും ഒരു വിജയം ഉറപ്പാക്കും. ഈ പെരിന്തൽമണ്ണക്കാർ പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു പെരിന്തൽമണ്ണക്കാരനെ ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി നമുക്കെല്ലാം ചേർന്ന് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാം, അത് വിജയിപ്പിക്കാം എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത് മാറും. ഈ മണ്ഡലം വലിയ വികസന മുരടിപ്പ്, വികസനത്തിന് അവഗണന നേരിട്ടിട്ടുണ്ട്. MLA ഒരു ശ്രദ്ധയും ഈ മണ്ഡലത്തിലെ ഗ്രാമീണ മേഖലയിലെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ, ഒന്ന് കുടിവെള്ളം, മറ്റൊന്ന് ഗ്രാമീണ റോഡുകളുടെ തകർച്ച അതിജീവിക്കുന്നതിന് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. 2022 തോന്നുന്നത് വെട്ടിച്ചുരുക്ക് കുടിവെള്ള പദ്ധതി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തും താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെയും സാധാരണക്കാരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് 2022 തുടങ്ങിയ വെട്ടിച്ചുരുക്ക് കുടിവെള്ള പദ്ധതി ഒന്നും എത്തിയില്ല. ഒരു പുരോഗതിയും വേണ്ട രീതിയിൽ അതിനുണ്ടായിട്ടില്ല. ഒരു ഫോളോ അപ്പും അതിനുവേണ്ടി ചെയ്യുന്നില്ല. ആളുകൾ ടാങ്കർ ലോറിയിൽ വെള്ളമടിക്കുന്ന, അവരുടെ സ്വന്തം കാശ് കയ്യിൽ നിന്നെടുത്ത് കുടിവെള്ളത്തിനും മറ്റാവശ്യത്തിനും ഉപയോഗത്തിന് ടാങ്കർ ലോറി ഉപയോഗിക്കേണ്ട സ്ഥിതിയാണ്. ഒരു കാര്യം അവരോടെല്ലാം പറയാനുള്ളത്, ഒരവസരം തന്നാൽ, ഒരവസരം നിങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, ആ അവസരം നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല.
വെട്ടിച്ചുരുക്ക് കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച് ആലിപ്പറമ്പ് താഴേക്കോട് പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിൻ്റെ ശാശ്വത പരിഹാരം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. മറ്റൊന്ന്, മണ്ഡലത്തിൽ നല്ല അവഗണന നേരിട്ടു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പ്രത്യേകിച്ച് ഗ്രാമമേഖലയിലെ കുടിവെള്ള പ്രശ്നവും ഗതാഗത മേഖലയും അതിൽ ഏറ്റവും അവഗണന നേരിട്ടൊരു പഞ്ചായത്താണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത്. CCN പെരിന്തൽമണ്ണ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവസാനഘട്ട പ്രചാരണം കഴിഞ്ഞപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ UDFും LDFും നില മെച്ചപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA. 25 ദിവസം നീണ്ടുനിന്ന പ്രചാരണം അവസാനിച്ചപ്പോൾ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ പ്രതീക്ഷ പങ്കുവച്ച നേതാക്കൾ. കേരളത്തിൽ തുടർ ഭരണത്തിനൊപ്പം പെരിന്തൽമണ്ണയിൽ നിന്നും LDF MLA ഉണ്ടാകുമെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ്. നാളെ കേരളത്തിലെ ജനങ്ങളും പെരിന്തൽമണ്ണയിലെ ജനങ്ങളും ഒക്കെ വിധിയെഴുതും. പെരിന്തൽമണ്ണ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയപ്രതീക്ഷയാണുള്ളത്. ഈ മണ്ഡലത്തിൽ നല്ല മാർജിനോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കും. കഴിഞ്ഞ 10-25 ദിവസമായിട്ട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കുള്ള പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ നല്ല സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പൊതുവിൽ കേരളീയ ജനത അംഗീകരിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണക്കാരും അത് അംഗീകരിക്കുമ്പോൾ തന്നെ പെരിന്തൽമണ്ണയിലെ വികസന മുരടിപ്പും ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പോൾ പെരിന്തൽമണ്ണയിലെ വികസന മുരടിപ്പിന് അറുതി വരണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുന്ന സാഹചര്യത്തിൽ ഒരു ഇടതുപക്ഷ പ്രതിനിധി ഇവിടുന്ന് ഉണ്ടാവണം എന്ന് പൊതുവിൽ പെരിന്തൽമണ്ണക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടിയ വിജയം തുടരുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം 10,000 വോട്ടുകൾക്ക് വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷക്കൊത്ത് നജീബ് കാന്തപുരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി ഏച്ചിട്ടുണ്ട് ഞങ്ങൾ വരുത്തുന്നു. പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിലെ ഏലംകുളം പഞ്ചായത്തും പെരിന്തൽമണ്ണ നഗരസഭയും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നട്ടുച്ച നേരത്ത് പോലും വനിതകൾ അടക്കമുള്ള ആളുകൾ വീട് കയറി വോട്ട് ചോദിക്കുന്ന രംഗം ഞങ്ങളൊക്കെ കണ്ട് മടങ്ങി വന്നിരിക്കുന്ന ഒരു സമയമാണ്. ഒരു കാലത്തും ഇല്ലാത്ത പോലെ UDFിലുള്ള ഐക്യം, ടീം UDF ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 15,000-ലധികം വോട്ടുകൾ നേടി UDF വിജയിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ മുനിസിപ്പാലിറ്റി അടക്കം 6 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും എങ്ങനെയാണോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയക്കൊടി പാറിച്ചതെങ്കിൽ അതേ രീതിയിൽ തന്നെ ഒരു വോട്ടും പാഴാക്കാതെ പോളിംഗ് ശതമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ വോട്ടുകളൊക്കെ പോൾ ചെയ്യാനും ഞങ്ങളുടെ സഹയാത്രികരായി ഈ പറഞ്ഞതുപോലെ തന്നെ പുതിയ യുവാക്കളും അതുപോലെ തന്നെ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാരും സമഭാവനയോടുകൂടി UDFിൻ്റെയും നജീബിൻ്റെയും പൊതുപ്രവർത്തനത്തെ കാണുന്നവരെയും ഒക്കെ കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു വോട്ട് ശതമാനം, നമ്മൾ വോട്ട് ഷെയർ എന്ന് പറയാറുണ്ടല്ലോ, ആ വോട്ട് ഷെയർ എല്ലാ പഞ്ചായത്തിലും വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചുരുങ്ങിയത് ഞങ്ങൾക്ക് ആധിപത്യമുള്ള മേഖലകളിലൊക്കെ തന്നെ ഒരു 85% മുകളിൽ പോളിംഗ് കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വിലയിരുത്തൽ തൃപ്തികരമാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. UDF അധികാരത്തിൽ വരും. അതിനോടൊപ്പം തന്നെ ആ അധികാരത്തിൽ വരുന്ന UDFിൻ്റെ എല്ലാ MLAമാരും ഉണ്ടാക്കുന്ന അതേ ഒരു ഭൂരിപക്ഷത്തിൻ്റെ ആനുപാതികമായിട്ടുള്ള ഒരു തിളക്കമാർന്ന വിജയം പെരിന്തൽമണ്ണയിലും ഉണ്ടാക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മണ്ഡലത്തിൽ മികച്ച മത്സരം കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് NDA. മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം ഉയരുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. CCN പെരിന്തൽമണ്ണ. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. നിശബ്ദ പ്രചാരണം കഴിഞ്ഞു. വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പെരിന്തൽമണ്ണ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലും മങ്കട നിയോജക മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പെരിന്തൽമണ്ണ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടന്നു.
പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ ആകെ 2,29,525 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ 1,13,431 പുരുഷ വോട്ടർമാരും 1,16,093 വനിതാ വോട്ടർമാരും ഒരു ട്രാൻസ്ജെൻഡർ വോട്ടറുമാണ് ഉള്ളത്. പോളിംഗിന് ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ പറഞ്ഞു. Day ആണ്. Okay, on this day, basically we give all the EVMs and EVMs to the particular polling personnel who will be on the who are on duty for the polling station. So innale we had done the third randomization. Third randomization is basically when we are giving when we are allotting the polling personnel to that particular polling station. That order has been given has been received today morning. Okay, and now everyone is coming here. We are giving all the statutory forms, EVM, VVPAT, basically all the statutory forms and the EVM, VVPAT and BUCU, everything to the particular polling personnel. They will be going after this to that particular polling station and they will be spending the night there. They have to be there with the EVMs, okay, today night. And there's a route officer assigned to each particular route also. So all the vehicles are GPS, they have GPS with them. So we are tracking all the vehicles and that's it. That's the entire process. Okay. Any message to the public? Yes, like എൻ്റെ പ്രതീക്ഷിക്കുന്നു ലൈക്ക് കൂടുതൽ വോട്ടിംഗ് പെർസെൻറ്റേജ് ആയി. സോ എല്ലാവർക്കും ദയവായി വോട്ട് ചെയ്യുക. വോട്ടെടുപ്പ് പൂർത്തിയായി ഏപ്രിൽ 9 വൈകിട്ട് വോട്ടിംഗ് മെഷീനുകൾ തിരിച്ച് വിതരണ കേന്ദ്രത്തിൽ തന്നെ എത്തും. വോട്ടെണ്ണൽ മെയ് 4 മലപ്പുറത്താണ്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. നിശബ്ദ പ്രചാരണം കഴിഞ്ഞു. വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടന്നു. എടത്തനാട്ടുകരയിൽ സംഘർഷം. UDF പ്രവർത്തകന് തലയ്ക്കു പരിക്ക്. വാട്സാപ്പ് ഗ്രൂപ്പിലെ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. നാട്ടുകൽ പോലീസ് കേസെടുത്തു. ഒറ്റപ്പാലത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി K പ്രേംകുമാർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ശ്രീകൃഷ്ണപുരം CPIM ഏരിയ സെക്രട്ടറി K ജയദേവൻ. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.